കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കുള്ള മരുന്ന് വിതരണം നിലയ്ക്കും എന്നൊരു ആശങ്കയുണ്ടാക്കുന്ന വാർത്തയാണ് വരുന്നത്. ഈ മാസം 10 മുതൽ മരുന്നുകളും സർജിക്കൽ ഉപകരണങ്ങളും നൽകില്ല എന്ന് വിതരണക്കാർ പറയുകയാണ്. കുടിശ്ശികയായി കോടിക്കണക്കിന് രൂപ ലഭിക്കാനുള്ള സാഹചര്യത്തിലാണ് അവർ ഇത്തരമൊരു തീരുമാനമെടുക്കുന്നത്. പരിഹാരത്തിനായി പല വാതിലുകളിൽ മുട്ടിയിട്ടും പരിഹാരമുണ്ടാകുന്നില്ല എന്നാണ് വിതരണക്കാർ പറയുന്നത്. ഇതിനിരയാകാൻ പോകുന്നത് മെഡിക്കൽ കോളേജിനെ ആശ്രയിക്കുന്ന സാധാരണക്കാരായ രോഗികളായിരിക്കും. അതിനു മുമ്പ് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാകുമെന്ന് കരുതാം. ഈ റിപ്പോർട്ട് കാണും. കുറഞ്ഞ നിരക്കിൽ മരുന്നുകൾ നൽകിയ ഇനത്തിൽ വിതരണക്കാർക്ക് ലഭിക്കാനുള്ളത് കോടിക്കണക്കിന് രൂപയാണ്. പലതവണ പലർക്കും കത്തയച്ചിട്ടും പരിഹാരമുണ്ടാകാത്ത സാഹചര്യത്തിലാണ് കടുത്ത തീരുമാനത്തിലേക്ക് വിതരണക്കാർ കടക്കുന്നത്. ഒൻപത് മാസത്തെ കുടിശ്ശികയായി 80 കോടിയിലേറെ രൂപയാണ് വിതരണക്കാർക്ക് ലഭിക്കാനുള്ളത്. മരുന്നുകളുടെയും ശസ്ത്രക്രിയാ ഉപകരണങ്ങളുടെയും വിതരണം നിർത്തുമെന്നറിയിച്ച് മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന് വിതരണക്കാർ കത്ത് നൽകി. മരുന്നുകൾ നൽകി 90 ദിവസത്തിനുള്ളിലെങ്കിലും ബിൽ തുക ലഭ്യമാക്കണമെന്നാണ് വിതരണക്കാരുടെ ആവശ്യം. സപ്ലൈ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വന്നിരിക്കുകയാണ്. ഇനി 10-ാം തീയതി വരെ സപ്ലൈയുള്ള സാധനങ്ങളെ സപ്ലൈസിൻ്റെ അടുത്തുള്ളൂ. നമ്മൾ ഫുൾ സപ്പോർട്ട് ചെയ്യാൻ തയ്യാറാണ്. പക്ഷേ പൈസ കിട്ടാണ്ട് വന്നാൽ, നമുക്ക് സാധനം കിട്ടാണ്ട് വന്നാൽ സപ്ലൈ ചെയ്യാൻ പറ്റില്ല. ആ ഒരു ഗതി എത്തിയിട്ടുണ്ട്. 10-ാം തീയതിക്ക് ശേഷം നമുക്ക് സപ്ലൈ ചെയ്യാൻ പറ്റില്ല. വിതരണം നിർത്തിയാൽ പ്രതിസന്ധി പലതാണ്. മരുന്ന് ക്ഷാമം രൂക്ഷമാകും, രോഗികൾ ദുരിതത്തിലാകും, ശസ്ത്രക്രിയകൾ താളം തെറ്റും. പക്ഷെ നമ്മൾ സംഘടന സപ്ലൈ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ വലിയ ഒരു പ്രശ്നങ്ങളാണ് നേരിടാൻ വേണ്ടി വരുന്നത്. ബിക്കോസ് ഒരു കൊച്ചുകുട്ടി ജനിക്കുമ്പോൾ അവരുടെ പൊക്കിൾ കൊടിയിലിടുന്ന കോഡ് തൊട്ട് ഒരാൾ മരിക്കുമ്പോൾ മൂക്കിൽ വയ്ക്കുന്ന പഞ്ഞി വരെ ഇതിൽ നമ്മൾ വിതരണം ചെയ്യുന്ന, നമ്മുടെ സംഘടനകൾ വിതരണം ചെയ്യുന്ന സാധനങ്ങളാണ്. ഒരു ആശുപത്രിയിൽ സർജറി നടക്കില്ല, മരുന്നുകൾ കിട്ടാണ്ട് വരും. പരിഹാരത്തിനായി പല വാതിലുകളിൽ മുട്ടിയെന്ന് വിതരണക്കാർ പറയുന്നു. കളക്ടർ തൊട്ട് മന്ത്രി വരെ എല്ലാ ആളുകളെയും അറിയിച്ചിട്ടുണ്ട്. 2 MLA, 1 MP, സൂപ്രണ്ട്, പ്രിൻസിപ്പൽ, കളക്ടർ, ഇത്രയും ആളുകളെ കോഴിക്കോടുള്ള ആളുകൾ. കഴിഞ്ഞ തവണ സമാന സാഹചര്യമുണ്ടായപ്പോൾ സമരപ്രഖ്യാപനവുമായി വിതരണക്കാർ രംഗത്തെത്തിയിരുന്നു. പിന്നാലെ നടത്തിയ ചർച്ചയിൽ കുടിശ്ശികയുടെ 30% നൽകിയാണ് സമവായത്തിലെത്തിയത്. മരുന്ന് വിതരണം നിലച്ചാൽ കഴിഞ്ഞ വർഷത്തേതിന് സമാനമായി ആശുപത്രിയുടെ പ്രവർത്തനം പ്രതിസന്ധിയിലാകും. ക്യാൻസർ രോഗികൾ ഉൾപ്പെടെയാണ് ബുദ്ധിമുട്ടിലാവുക. അതിനാൽ അധികൃതരുടെ ഇടപെടൽ ഉടനുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. അഭിജിത്ത് മുഴക്കുന്ന്, 24 കോഴിക്കോട്. പൊതുജനം കഴുതയല്ല സാർ,